ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇത് 2024 വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് ഫസ്റ്റ് ആയിട്ട് ചോദ്യപേപ്പറിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ സമയത്ത് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഉത്തരങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് കുറിച്ച് വെക്കുക, ഏത് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എഴുതേണ്ടത് എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. പിന്നെ attempt any 6 from the activities 8 given below. നമുക്ക് താഴെ 8 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും 6 എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ. നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ചിത്രീകരണം ഒന്ന് നോക്കൂ. ഒരു ഹാബിറ്റാറ്റിന്റെ പിക്ചർ ആണല്ലേ തന്നിട്ടുള്ളത്. ഒരു കുളമാണ്, അതിൽ ക്രെയിൻ ഉണ്ട്, കൊക്കുണ്ട്, ക്രാബ്, ഫ്രോഗ്, ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈ, പിന്നെ അതുപോലെ ഫിഷ് ഉണ്ട്, പിന്നെ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ട്രീ ഉണ്ട്, ട്രീയിൽ ബേർഡ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ പിക്ചറിൽ തന്നിട്ടുണ്ടല്ലേ. ക്വസ്റ്റ്യൻ എ, റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ 2 എക്സാമ്പിൾസും ഓരോ കോളത്തിലായിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ടേബിളിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം. അതായത് എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് എഴുതണം. അതിനുശേഷം ബാക്കിയുള്ളത് അതിനോരോ എക്സാമ്പിൾസ് കൂടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം മക്കളെ? ഹാബിറ്റാറ്റ്, ക്രീച്ചർ എന്ന് എഴുതാം അല്ലേ. അതായത് ആവാസ വ്യവസ്ഥയും അതിൽ ജീവിക്കുന്ന ജീവികളും ഏതാണെന്ന് എഴുതാം. ആദ്യത്തേത് സോയിൽ അല്ലെ. ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ സോയിലാണ്. സോയിലിൽ കാണുന്ന ഒരു ക്രീച്ചറാണ് ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, അല്ലെങ്കിൽ സോയിലിനെ ഹാബിറ്റാറ്റ് ആക്കുന്ന ഒരു ക്രീച്ചറാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് സി എന്ന് തന്നിട്ടുള്ളത് എന്ത് എഴുതാം? പോണ്ട് എന്ന് എഴുതാം. ഇവിടെ ഒരു പോണ്ട്, കുളം കാണുന്നുണ്ട്. അതിൽ കാണുന്ന ഒരു ക്രീച്ചറാണ് എന്ത്? ഫിഷ്. പിന്നെ നെക്സ്റ്റ് ഇ എന്നുള്ള നമുക്ക് ട്രീ എഴുതാം. ട്രീ, മരം ഒരു ആവാസ വ്യവസ്ഥയാണ്, ഹാബിറ്റാറ്റ് ആണ്. ട്രീയിൽ കാണുന്ന ഒരു ക്രീച്ചറാണ് ബേർഡ്. ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ബി, പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസംസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ഫുഡ് കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഫ്രോഗോ, ഫിഷോ, ക്രെയിനോ, ക്രാബോ, ഗ്രാസ്ഹോപ്പറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്കിക്കേ, ഞാൻ എഴുതിയിട്ടുള്ളത് ക്രെയിൻ ആണ്. ക്രെയിനിന്റെ മെയിൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? വേം, ഫിഷ്, ഇതൊക്കെ എന്താണ്? ക്രെയിനിന്റെ മെയിൻ ഫുഡ് ഐറ്റംസ് ആണ്. അത് രണ്ടും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. Second activity, activity 2, mosquitoes breed in the stagnant water in discarded bottles, coconut shells and plastic covers. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പിന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുപ്പികളിലും വലിച്ചെറിയുന്ന രീതിയിൽ കിടക്കുന്ന നമ്മുടെ ചിരട്ടകളിലും പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ മൊസ്കിറ്റോസ് ബ്രീഡ് ചെയ്യും. അതായത് കൊതുകുകൾ പെരുകുന്നു. ക്വസ്റ്റ്യൻ എ, എ സിറ്റുവേഷൻ ഇൻ വിച്ച് മൊസ്കിറ്റോസ് ബ്രീഡ് ഇസ് ഗിവൺ അബവ്. ഇത് മൊസ്കിറ്റോസ് ബ്രീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് മുകളിൽ തന്നിട്ടുള്ളത്. റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. ഇതുപോലെ 2 വെക്ടേഴ്സ് ബ്രീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വെക്ടേഴ്സിന് എക്സാമ്പിൾ നമുക്കറിയാം, ഹൗസ് ഫ്ലൈ, റാറ്റ്, ഇതൊക്കെ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണല്ലേ. ഇതിലൊന്നാമത്തേത് റാറ്റ്സ് ബ്രീഡ് ഇൻ പൊല്യൂട്ടഡ് എൻവയൺമെന്റ്സ്. അപ്പോൾ മലിനമായിട്ടുള്ള ചുറ്റുപാടിൽ എലികൾ പെരുകുന്നുണ്ട്. അതുപോലെ ഫ്ലൈസ് ബ്രീഡ് ഇൻ പൈൽസ് ഓഫ് ഗാർബേജ്. മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടതിൽ ഈച്ചകൾ പെട്ടെന്ന് പെരുകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് 2 പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്. കൊതുകുകടി കൊള്ളാതിരിക്കാനുള്ള 2 വഴികൾ എഴുതുക. അപ്പോൾ യൂസ് മൊസ്കിറ്റോ ബാറ്റ്, യൂസ് മൊസ്കിറ്റോ നെറ്റ്, അത് രണ്ടും എഴുതാം. ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ, ചൂസ് ദ റൈറ്റ് വൺസ്. നമുക്ക് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് രീതികൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, അതിൻ്റെ എങ്ങനെയൊക്കെയാണ്, ഏത് ത്രൂ ആണ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ട്യൂബർകുലോസിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. എയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ട്യൂബർകുലോസിസ്. വേം ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് വേം ഡിസീസസ്. ലെപ്രോസി ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ മനുഷ്യരിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ലെപ്രോസി. ഡെങ്കി ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. മലിനജലത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഡെങ്കി ഫീവർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 1ഉം 2ഉം കറക്റ്റ്, 1ഉം 3ഉം കറക്റ്റ്, 1ഉം 4ഉം കറക്റ്റ്, 2ഉം 4ഉം കറക്റ്റ് എന്നാണ്. ഇതിൽ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ട്യൂബർകുലോസിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ആൻഡ് ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. അത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കൂ. ക്വസ്റ്റ്യൻ എ, റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ അബവ്. മുകളിൽ തന്നിട്ടുള്ള
വെബിൽ നിന്ന് ഏതെങ്കിലും 2 ഫുഡ് ചെയിൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓരോന്ന് ആരോ മാർക്ക് പോകുന്നതിനനുസരിച്ച് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ മക്കളെ. സോ ഫസ്റ്റ് വൺ ഞാൻ എഴുതുന്നത് നോക്കൂ. പ്ലാന്റ്, വേം, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. നെക്സ്റ്റ് പ്ലാന്റ്, റാറ്റ്, ക്യാറ്റ്, ഫോക്സ്, വൾച്ചർ. ഇങ്ങനെയാണ് ഞാൻ 2 ഫുഡ് ചെയിൻസ് എഴുതിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ബി, വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ? ഒരു ഫുഡ് ചെയിനിൽ ആദ്യം വരുന്ന ലിങ്ക്, ഫസ്റ്റ് ലിങ്ക് എന്താണ്? എല്ലാ ഫുഡ് വെബിലും ഫസ്റ്റ് വരുന്ന ലിങ്ക് എന്ന് പറയുന്നത് പ്ലാന്റ് ആയിരിക്കും, സസ്യമായിരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ സി, വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ് ടു എൻവയൺമെന്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ഹിയർ? ഇവിടെ തന്നിട്ടുള്ള ഈ ഫുഡ് വെബിൽ നിന്ന് സ്നേക്ക് ഡിസപ്പിയർ ആയാൽ, ഇല്ലാതെയായാൽ ഈ ഫുഡ് വെബിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ എൻവയൺമെന്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും? Frogs, rats, etc. are multiplying. The eagle is running out of food. അപ്പോൾ തവള, എലി തുടങ്ങിയവ മൾട്ടിപ്ലൈ ആവും, പെരുകി വരും. പിന്നെ അതുപോലെ ഈഗിൾ അല്ലെങ്കിൽ വൾച്ചറിന് എന്താവും? ഫുഡ് ഇല്ലാതെ വരും. Activity 4 നോക്കൂ. Question A. Observe the arrangement of leaves in the plant given in the picture. Name 2 other plants in which leaves are arranged in the same manner. അപ്പോൾ ഈ പിക്ചറിൽ തന്നിട്ടുള്ള പ്ലാന്റിന്റെ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ട മക്കളെ? 2 ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെയാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതേ മാനറിൽ ഇതേ പോലെ എന്താണ് ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള 2 പ്ലാന്റ്സിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുവ എഴുതാം. പേരക്കയിൽ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ്. അതുപോലെ തുളസിയിൽ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് അഡ്വാൻറ്റേജസ് do the plants get from this kind of an arrangement? ഇങ്ങനെ ലീവ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പ്ലാന്റ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ദേ വിൽ ഗെറ്റ് മാക്സിമം സൺലൈറ്റ്. അവർക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി, ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കോമ്പണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഐഡന്റിഫൈ എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ ഒരു പ്ലാന്റിന്റെ ഫോട്ടോസിന്തസിസ്, അതായത് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണല്ലേ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ആ പ്രോസസ്സിൽ നടക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ താഴെ തന്നിട്ടുണ്ട്. ഇതിൽ എ, ബി, സി, ഡി ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പിക്ചറിൽ തന്നെ കണ്ടാൽ അറിയാം എന്താണ്. എ ആരോ മാർക്ക് പ്ലാന്റിനുള്ളിലേക്കാണ്, അതായത് സൺലൈറ്റ് പ്ലാന്റിന് കിട്ടുന്നുണ്ട്. പിന്നെ ബി ആരോ മാർക്ക് പുറത്തേക്കാണ്. അപ്പോൾ പ്ലാന്റ് പുറത്തേക്ക് എന്താ കൊടുക്കുന്നത് മക്കളെ? ഓക്സിജൻ പ്ലാന്റ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. സോ ബി ഓക്സിജൻ ആണ്. സി അതുപോലെ പ്ലാന്റ് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഡി മണ്ണിൽ നിന്ന്, സോയിലിൽ നിന്ന് പ്ലാന്റ് എടുക്കുന്നത് എന്തായിരിക്കാം? ഫോട്ടോസിന്തസിസിന് വാട്ടർ ആയിരിക്കാം അല്ലെ? അപ്പോൾ വാട്ടർ എന്ന് എഴുതാം. Activity 5 നോക്കൂ മക്കളെ. 2 children had mingled fully with a child who is affected with contagious fever. Only one child got affected with the fever, but the other child was not affected. Why? അപ്പോൾ 2 കുട്ടികൾ പനിയുള്ള ഒരു കുട്ടിയുമായിട്ട് ഇടപഴകി. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് മാത്രം പനി വന്നു, മറ്റേ ആൾക്ക് പനി വന്നില്ല. ബിക്കോസ് അതിന് കാരണം എന്തായിരിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. The child who has not affected has natural immunity. ആ കുട്ടിക്ക് എന്തുണ്ട്? നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. പാത്തോജൻസിനെതിരെ പോരാടാനുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഫീവർ വരാതിരുന്നത്. ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കിവിടെ നെയിം ഓഫ് വാക്സിനും ആ വാക്സിന് എന്ത് ഡിസീസസിനെതിരെയാണ് പോരാടുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിസീസിനെതിരെയാണ് ആ വാക്സിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വാക്സിൻ BCG ആണ്. BCG നമ്മൾ എടുക്കുന്നത് ട്യൂബർകുലോസിസിനെതിരെയാണ്. പിന്നെ പോളിയോ വാക്സിൻ എടുക്കുന്നത് പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. MR വാക്സിൻ എടുക്കുന്നത് മീസിൽസ്, റുബെല്ല എന്ന 2 ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻ സി, വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 10? 10 വയസ്സ് സമയത്ത് നമുക്ക് എടുക്കേണ്ട വാക്സിൻ ഏതാണ്? TD വാക്സിൻ ആണ്, അഥവാ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ഒബ്സർവ് ദ പിക്ചർ. നമുക്ക് താഴെ ഒരു പ്ലാന്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിംഗിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ്. ഇത് നമ്മുടെ മാംഗോ ട്രീയിൽ, മാവിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റിന്റെ ചിത്രമാണ്. ഈ പ്ലാന്റ് ഏതാണ്? ഈ പ്ലാന്റ് ഏത് കോമൺ ഗ്രൂപ്പിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ് നമുക്കറിയാം വാൻഡയാണ്, അതായത് മരവാഴ. ഓക്കെ, വാൻഡയാണ് പ്ലാന്റ്. ഇത് വരുന്നത് എപ്പിഫൈറ്റ്സിലാണ്. എപ്പിഫൈറ്റ്സ് എന്നുള്ള പ്ലാന്റ് ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ എപ്പിഫൈറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ. ഇതിലുള്ള ക്വസ്റ്റ്യൻ ബി, ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ് ആർ ഗിവൺ ബിലോ, ചൂസ് ദ റൈറ്റ് വൺസ്. അപ്പോൾ ഈ പ്ലാന്റിന്റെ വാൻഡയ്ക്ക് 2 തരത്തിലുള്ള റൂട്ട്സ് ഉണ്ട്. ആ 2 റൂട്ട്സിന്റെ ഫീച്ചേഴ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് വണ്ണ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്മോൾ റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം സോയിൽ ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. ചെറിയ റൂട്ട്സ് മണ്ണിൽ നിന്ന്
എന്താ പറയുക വാട്ടറും വലിയ റൂട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടറും വലിച്ചെടുക്കും. ട്രീയിൽ നിന്ന് വാട്ടറും വലിച്ചെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ് ഓൺ ദ ട്രീ ആൻഡ് തിക്ക് റൂട്ട്സ് ഹെൽപ്പ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ചെറിയ റൂട്ട് പ്ലാന്റിൽ പറ്റി പിടിച്ച് വളരാനും വലിയ റൂട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ ഈർപ്പവും വലിച്ചെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് സ്മോൾ റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. വലിയ റൂട്ട് സോയിലിൽ നിന്ന് വാട്ടറും ചെറിയ റൂട്ട് പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ട്രീയിൽ നിന്ന് വാട്ടറും വലിച്ചെടുക്കും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്മോൾ റൂട്ട്സ് ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. ചെറിയ റൂട്ടും വലിയ റൂട്ടും മരത്തിൽ നിന്ന് ട്രീയിൽ നിന്നാണ് വാട്ടർ വലിച്ചെടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള 1 and 3 കറക്റ്റ്, ഓൺലി 1 ഈസ് കറക്റ്റ്, ഓൺലി 2 ഈസ് കറക്റ്റ്, 2 and 4 ആർ കറക്റ്റ്. ആൻസർ വരുന്നത് ഓൺലി 2 ഈസ് കറക്റ്റ്. അതായത് ചെറിയ റൂട്ട്, വേണ്ടയിലുള്ള ചെറിയ റൂട്ട് പ്ലാന്റിൽ ക്ലിങ് ചെയ്ത് പോകാനും പറ്റി പിടിച്ച് പടരാനും വേണ്ടിയിട്ടും വലിയ റൂട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കാനും ഉള്ളതാണ് കേട്ടോ. ഇതിലുള്ള ക്വസ്റ്റ്യൻ സി, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ്? വൈ? ഈ വേണ്ടയ്ക്ക് പകരം ഈ മാംഗോ ട്രീയിൽ ലൊറാന്തസ് ആണ് വളരുന്നതെങ്കിൽ ഈ ട്രീക്ക് എന്ത് സംഭവിക്കും? Loranthus is a semi-parasite, so it will absorb water and minerals from the tree. It is not good for the mango tree. ഈ ലൊറാന്തസ് എന്ന് പറയുന്നത് എന്താണ്? സെമി പാരസൈറ്റ് ആണ്. അത് നമ്മളുടെ ട്രീയിൽ നിന്ന് ട്രീ പ്രിപ്പയർ ചെയ്യുന്ന വാട്ടറും ട്രീയിലുള്ള വാട്ടറും ട്രീ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും ഒക്കെ അതിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ഹോസ്റ്റ് പ്ലാന്റിന് എന്തല്ല, നല്ലതല്ല. ആക്ടിവിറ്റി 7 നോക്കാം. കീപ് എവേ ഡിസീസ്, കൊളറ, ഡെങ്കി ഫീവർ, ക്യാൻസർ, ഡയബറ്റിസ്, ജോണ്ടിസ്, ചിക്കുൻഗുനിയ, COVID-19, ഹെഡേക്ക്, കോൺജക്റ്റീവ്സ്, ടൂത്ത്. കുറച്ച് ഡിസീസസിന്റെ പേരാണല്ലേ അവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ, a portion of a poster pasted at the primary health center is given above. Examine the poster and complete the table suitably. ഈ പോസ്റ്ററിലുള്ള ഡിസീസസ് ഒക്കെ നോക്കി വെക്കുക, എന്നിട്ട് താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ടേബിളിൽ നമുക്ക് 2 ഡിസീസസിന്റെ പേര് 2 ഭാഗത്തായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് ജോണ്ടിസും ഒന്ന് ടൂത്തേക്കും. ഇപ്പൊ ജോണ്ടിസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അല്ലേ, അതായത് പകരുന്ന ഡിസീസാണ്. ടൂത്തേക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, പകരാത്ത അസുഖമാണ്. അപ്പൊ നമുക്ക് എയും ബിയും കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ എന്നെഴുതാം. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ വേറെ ഏതൊക്കെയാണ്? ഡെങ്കി ഫീവർ അതിന് എക്സാമ്പിൾ ആണ്. ചിക്കുൻഗുനിയ അല്ലെങ്കിൽ COVID-19 അതിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ക്യാൻസർ, ഡയബറ്റിസ് അല്ലെങ്കിൽ ടൂത്തേക്ക് ഓൾറെഡി അതിൽ തന്നിട്ടുണ്ടല്ലോ, ഹെഡേക്ക് തുടങ്ങിയിട്ടുള്ളവ. ഇതിലുള്ള ക്വസ്റ്റ്യൻ ബി, റൈറ്റ് എനി 2 ways by which contagious diseases are transmitted. കണ്ടേജിയസ് ഡിസീസസ് പകരുന്ന ഏതെങ്കിലും 2 സിറ്റുവേഷൻസ് എഴുതുക. അപ്പം നിങ്ങൾക്ക് ത്രൂ വെക്ടേഴ്സ് എഴുതാം, ത്രൂ റാറ്റ്സ്, ത്രൂ ഹ്യൂമൻ ബീയിങ്സ്, ഓർ ത്രൂ മൊസ്കിറ്റോസ്, ത്രൂ ഫ്ലൈസ്, ഇതൊക്കെ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ സി, റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 contagious diseases affecting plants. പ്ലാന്റ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും 2 കണ്ടേജിയസ് ഡിസീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊസൈക്ക് ഡിസീസ് എഴുതാം, അതുപോലെ ബ്ലൈറ്റ് എഴുതാം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, നല്ലതുപോലെ പഠിച്ചു പോവുക. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.